ബാലുരാമിന്റെ അയൽക്കാരൻ ലല്ലു ഒരു ചെണ്ടക്കാരനായിരുന്നു. അവന്റെ സംഘം രാജധാനിയിൽ പ്രകടനം നടത്താൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ വലിയൊരു ദുരന്തം സംഭവിച്ചു. അവന്റെ പഴയ ചെണ്ട പൊട്ടിപ്പോയി. ലല്ലു നിരാശനായി തകർന്ന് കിടക്കുന്ന ചെണ്ടയെ നോക്കിയിരുന്നു. രാജാവിന്റെ മുന്നിൽ സംഗീതം അവതരിപ്പിക്കാനുള്ള അവന്റെ സ്വപ്നം അപ്രത്യക്ഷമാകുന്ന പോലെ തോന്നി. അതിനിടയിൽ ബാലുരാം അടുത്തുവന്നു ഉത്സാഹത്തോടെ പറഞ്ഞു, പുതിയ ചെണ്ട ഉണ്ടാക്കണം, നല്ല മരം കണ്ടെത്തണം, ശക്തമായ ഒരു ചെണ്ട നല്ല ശബ്ദം നൽകും. ലല്ലുവിന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ ഉണർന്നു. സന്ധ്യയ്ക്ക് മുന്നേ അവൻ കാടിലേക്ക് തിരിച്ചു. വലിയ മരങ്ങൾ ശാന്തമായി അവനെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി. അവൻ തിരഞ്ഞു നടക്കുമ്പോൾ നഗരം വിട്ടുള്ള ഒരു പഴയ പൊത്തിയ മരം കണ്ടു. അത് പകുതിയായി ഇരിക്കുകയായിരുന്നു. ശക്തവും ഭാരം കുറഞ്ഞതുമായ മരം. ഒരു നിമിഷം പോലും വൈകാതെ അവൻ മരം വെട്ടിത്തുടങ്ങി. മരം വളരെ ലളിതമായി കത്തിയിറങ്ങി. അകത്തളത്തിൽ സ്വാഭാവികമായൊരു പൊത്തിയിടം. ചെണ്ടയ്ക്ക് അനിവാര്യമായ രൂപം. ലല്ലു അതിവേഗം പ്രവർത്തിച്ചു. അവന്റെ കൈകൾ പ്രായോഗിക മികവോടെ ചലിച്ചു. എന്നാൽ അവൻ അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ഈ മരത്തിനകത്തായിരുന്നു ബാലുരാം ഒരിക്കൽ അതിശബ്ദത്തിൽ ഒരു രഹസ്യം പറയുന്നത്. അവൻ കരുതി അതിനെല്ലാം കാറ്റിലൊഴിഞ്ഞു പോകുമെന്ന്. ഉച്ചയ്ക്ക് ചെണ്ട ഒരുങ്ങി. പൊളിച്ചെടുത്ത മരം മിനുക്കിയപ്പോൾ അത് സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. ലല്ലു അതിന് ഒരു അടിയിട്ടു. ആഴമുള്ള ശബ്ദം മടങ്ങി മുഴങ്ങിക്കൊണ്ടിരുന്നു. തൃപ്തനായി അവൻ രാജധാനിയിലേക്ക് ഓടി. രാജധാനിയിലെ വലിയ ഹാൾ ജനങ്ങളാൽ നിറഞ്ഞിരുന്നു. രാജാവിന്റെ വരവ് അറിയിച്ചുള്ള ചർച്ചകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാജാവ് പ്രവേശിച്ചു. ഒരു തളർച്ചയുള്ള മുഖം, ഒരിക്കൽ ശക്തിയാർന്ന ശരീരം ഇപ്പോൾ പ്രയാസത്തോടെ കുതിർന്നു നിൽക്കുന്നു. വലിയ വയർ അവന്റെ വസ്ത്രത്തിനു മുകളിലേക്ക് താണുപോലെയാണ്. പതിയെ അവൻ കൈ ഉയർത്തി. സംഗീതം ആരംഭിക്കാം. ലല്ലു ഭയത്തോടെയായിരുന്നു. അവന്റെ വിരലുകൾ നേരിയിളഞ്ഞു. ആഴമായി ശ്വാസം ചൂടി ആദ്യമായി ചെണ്ടയ്ക്ക് അടി നൽകി. ഡം ഡം ഡം. താളം മുഴങ്ങിപ്പറന്നു. പക്ഷേ എന്തോ അദ്ഭുതം സംഭവിച്ചു. ശബ്ദം മാറി. ആദ്യം മന്ദമായി, പിന്നെ ഉയർന്നു, ഒരേ രീതിയിൽ ആവർത്തിച്ചു. നമ്മുടെ രാജാവിന് തലയിലൊരു കൊമ്പുണ്ട്. ലല്ലുവിന്റെ കൈകൾ അവന്റെ ചെണ്ടയോട് ചേർന്നു നിന്നു. ഹൃദയത്തിന്റെ താളം പരക്കുകേട്ടു. പ്രേക്ഷകഗണം മിണ്ടാതായി. ബാലുരാം ജനക്കൂട്ടത്തിനിടയിൽ ഇരിക്കുമ്പോൾ ഭയത്തോടെ നടുങ്ങി. ഈ വാക്കുകൾ അറിയാവുന്നവനായിരുന്നു അവൻ. അവന്റെ വാക്കുകൾ. ഒരിക്കൽ ആ മരത്തിനുള്ളിലേക്ക് അവൻ അടിച്ചുപറഞ്ഞ രഹസ്യം. ആരും ഒരിക്കലും കേൾക്കില്ലെന്നു കരുതി. എന്നാൽ ഇപ്പോൾ മുഴുവൻ രാജ്യം അറിയുന്നു. രാജാവ് പതിയെ എഴുന്നേറ്റു. ഹാളിൽ ഒരു ഭീതി നിറഞ്ഞു. ഓരോ കണ്ണുകളും അവനിലേക്ക് തിരിഞ്ഞു. അതിനിടയിൽ പതിയെ അവൻ തന്റെ പാത തുറന്നു. ഒരു അക്ഷരനിശബ്ദ. പ്രകാശത്തിൽ വ്യക്തമായി ഒരു ചെറിയ വളഞ്ഞ കൊമ്പ് അവന്റെ തലയിലുണ്ടായിരുന്നു. ആരും ചലിച്ചില്ല. ആരും ശ്വാസം പോലും വിടാനൊരുങ്ങിയില്ല. പക്ഷേ എന്തോ മാറി. രാജാവിന്റെ മുഖം വേറൊരിനമായിരുന്നു. അവന്റെ ക്ഷീണം പോയി. ഒരിക്കൽ ഭാരം നിറഞ്ഞ ശരീരം ഇപ്പോൾ ലഘുവായതുപോലെയാണ്. വലിയ വയറില്ലാതായി. അവന്റെ ത്വക്ക് പുതുമയോടെ തിളങ്ങുന്നു. കൊമ്പ്, അതെ, അതു ഭീകരമല്ല. അതോ മനോഹരമായിരിക്കുന്നു. എന്നിട്ട് അപ്രതീക്ഷിതമായ ഒരു ശബ്ദം. ചിരി. ആഴമുള്ള, പ്രാണൻ നിറഞ്ഞ ചിരി. രാജാവ് തല തിരിച്ചു ചിരിച്ചു. പിന്നെ അവൻ ചലിച്ചു. അവന്റെ കാലുകൾ താളമിട്ടു. കൈകൾ നീണ്ടു. രാജാവ് നൃത്തം ചെയ്യുന്നു. മിനടിച്ചും ചിരിച്ചും പ്രേക്ഷകർ ആഘോഷിച്ചു. ചുമരുകൾ വരെ നടുങ്ങി. നമ്മുടെ രാജാവ് അതുല്യനാണ്. അത്തരമൊരു രാജാവിനെയാരും കണ്ടിട്ടില്ല. അവന് തലയിലൊരു കൊമ്പുണ്ട്. ഒരു കൊമ്പ് തലയിലുണ്ട്. പക്ഷേ സ്വർണ്ണ ഹൃദയവുമുണ്ട്. ലല്ലു താനാണോ ഇതെല്ലാം കാണുന്നതെന്ന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ രാജാവ് തിരിഞ്ഞ് അവനെ നോക്കി. അവൻ തന്റെ ചെണ്ടയിലേക്ക് നോക്കി. അവൻ വീണ്ടും താളം പിടിച്ചു. ആഘോഷം വീണ്ടും